മാന്യന്മാരെയൊക്കെ വാടക ലഭിക്കുന്നില്ല നമുക്ക്. എന്തുകൊണ്ട്? നമ്മളിവിടെ തൂണുകൾ പോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നമുക്ക് മാന്യന്മാരെയൊക്കെ വാടക നമുക്ക് ലഭിക്കാണ്ടിരിക്കുന്നത്. ഇത് വാട്സപ്പ് സംഘടനകൾ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾ മാന്യന്മാരെയൊക്കെ ഒരു ലോഡ് ഇട്ടതിനാൽ അതിന് ഈ പറഞ്ഞ പോലെ വാടക ഒരാൾ 15,000 ഇറങ്ങി ആ ഒരു വാട്സപ്പ് സംഘടനയിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് 12,000 പിടിച്ചിട്ട് കൊടുക്കുന്നതിൽ അതിൽ എന്താ പറയുക, കമ്മീഷൻ അടിക്കുന്ന പരിപാടികൾ അത് ധാരാളമായി കാണുന്നുണ്ട്. നമ്മളുടെ ഒരു ഏകീകരണം വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടറുകാരുടെ കീഴിൽ നമ്മുടെ ഒരു സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ അവൻ നമുക്ക് വാടക കറക്റ്റായിട്ട് മേടിച്ച് തരണം. ഇപ്പം നമുക്ക് ഓരോ ടണ്ണേജ് കണക്കിൽ നമ്മൾ വാടക സംസാരിക്കണമെങ്കിൽ ഇപ്പം 12 ടൺ പാസിംഗ് വണ്ടിയിൽ മിനിമം നമുക്ക് ഒരു 60 രൂപയെങ്കിലും കിട്ടണം. നമ്മുടെ ഇവിടെ ഓർഡറിന് നമുക്ക് ബാക്ക് ആയിട്ട് നമുക്കിവിടെ റിട്ടേൺ ലോഡ് എന്നുള്ള കണക്കിലാണ് നമുക്കത് 30 രൂപ എന്നുള്ള ലെവലിലേക്കാണ് ചില സമയത്ത് നമുക്ക് വാടക കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ 60 രൂപ ലെവലിൽ നമുക്ക് വാടക കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടർമാരുടെ കീഴിൽ നമ്മുടെ സംഘടന, അതായത് നമ്മുടെ ഈ മൊത്തം പ്രസ്ഥാനങ്ങളും എല്ലാം അതിൻ്റെ കീഴിലായിട്ട് വരണം. ഈ പറഞ്ഞ പോലെ വന്നാൽ തന്നെ എല്ലാം കൊണ്ടും എന്താ പറയുക, നമ്മ ഒരു ട്രാൻസ്പോർട്ടർമാരുടെ കീഴിൽ വന്നതിനാൽ നമുക്ക് അവരുടെ അടുത്ത് വാടക ചീട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം മേടിക്കാൻ സാധിക്കും. നമ്മുടെ വാടക ഏകീകരിക്കണം. കറക്റ്റായിട്ട് ഇത്ര ടൺ പാസിംഗ് ഉള്ള വണ്ടിക്ക് ഇത്ര രൂപ വാടക, ഇത്ര ടണ്ണേജിന് മേലിലേക്ക് വരുന്നവർക്ക് ഇത്ര ടൺ വാടക. ഈ ടണ്ണേജ് വാടക എന്നുള്ള കണക്ക് ആൾക്കാർ നിർത്തലാക്കണം. ശരിക്കും ഒരു ലോറിക്ക് ഇത്ര ടൺ പാസിംഗ് വരുന്ന ഒരു ലോറിക്ക് അതിന് ഇത്രയും രൂപ വാടക അത് കറക്റ്റായിട്ട് കിട്ടണം. ഇത്ര കിലോമീറ്റർ, 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ പറഞ്ഞ് അതിന് ആ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ കയറ്റം വരുന്ന സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള വാടക, പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള വാടക അത് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതൊരു ട്രാൻസ്പോർട്ടർമാരെ കീഴിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വാടക ഏകീകരിക്കാൻ പറ്റും. വാടക നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്തണം. ഇതോടുകൂടി ഞാൻ നിർത്തുന്നു.